In warm good morning to one and all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരുന്നു. അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പോരായ്മകൾ. സോ ആ ഒരു പോരായ്മകൾ അല്ലെങ്കിൽ ഡിഫക്ട്സ് മറികടക്കാൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടായ റിഫോംസ് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. സോ പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇത്. 15 പോയിന്റ് ഉണ്ട്. സോ ഈ ഒരു പാഠത്ത് നിന്ന് എസ് ഏരിയ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യുക, കാര്യങ്ങൾ നോക്കിക്കാണുക. ഫസ്റ്റ് പോയിന്റ്, ദ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. അപ്പോൾ സെബി ആണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അപ്പെക്സ് ബോഡി. അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെ ഇറക്കുന്നത് ആരാണ്? സെബിയാണ്. 1992 മാർച്ച് 31 ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു സ്പെഷ്യൽ നിയമത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സെബി രൂപം കൊള്ളുന്നത്. സോ ഇന്ത്യൻ മണി മാർക്കറ്റിൽ എങ്ങനെയാണോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫംഗ്ഷൻ ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ആര്, സെബി ആക്ട് ചെയ്യുന്നത്. സോ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു വാച്ച് ഡോഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെബിയെ വിശേഷിപ്പിക്കാം. അതായത് കൃത്യമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് നിരീക്ഷിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വാച്ച് ഡോഗായിട്ട് സെബിയെ വിശേഷിപ്പിക്കുന്നത്. സോ സെബിയുടെ വരവോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് ഇത്രത്തോളം പേസ് കൈവരിക്കുന്നത്. അതായത് വളർച്ച ത്വരിതഗതിയിലാവുന്നത് സെബിയുടെ വരവോട് കൂടിയാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. സെക്കൻഡ് പോയിന്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം. സോ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, PSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവ. സോ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇപ്പോൾ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്ക്രീൻ ബേസ്ഡ് സിസ്റ്റമാണ്. അതായത് നിങ്ങളിപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകൾക്കറിയാം, കൃത്യമായിട്ട് സ്റ്റോക്ക് ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻഡെക്സ് കാണിക്കുന്നത് ഒരു സ്ക്രീനിലാണ്. അതായത് 2 പോയിന്റ് കൂടി 4 പോയിന്റ് കുറഞ്ഞു എന്നുള്ള രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് കാണിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സ്ക്രീൻ ബേസ്ഡ് സിസ്റ്റത്തിലൂടെയാണ്. ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റിയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സുമാണ്. സോ ഇവിടെ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും എന്തിട്ടുണ്ട്, സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സാരം. തേർഡ് പോയിന്റ്, മെഷർ ടു കർബ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയെ പറ്റി സെൻസിറ്റീവായിട്ട് ഇൻഫർമേഷൻ കയ്യിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, ആ കമ്പനിയിലെ ഷെയർസും സെക്യൂരിറ്റീസും വാങ്ങുകയും ഇതുവഴി ഹ്യൂജ് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയിലെ ഒരു എംപ്ലോയി ആണ്, അല്ലെങ്കിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ്. സോ ആ കമ്പനിയെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും എൻ്റെ കയ്യിലുണ്ട്. സോ ഞാൻ ആ കമ്പനിയുടെ സെക്യൂരിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ടാവും. അതായത് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കൂടുമോ പ്രൈസ് കുറയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. സോ ഈ ഒരു ട്രാൻസാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കും. സോ ഇങ്ങനെയുള്ള ഒരു അൺഹെൽത്തി പ്രാക്ടീസസിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, ആളുകളുടെ കയ്യിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പോയിന്റ്. സോ ഈ ഇൻസൈഡർ ട്രേഡിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ ഒരു പരിധി വരെ സെബിക്ക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സെബിയുടെ റൂള് വഴി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തേർഡ് പോയിന്റ്. സോ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, 1992 സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ വരവോടുകൂടി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് ത്വരിതഗതിയിലായി എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ സെൻസെക്സും നിഫ്റ്റി എന്താണ്, സ്ക്രീൻ ബേസ്ഡ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. തേർഡ്, ഇൻസൈഡർ ട്രേഡിംഗ് ഒരു പരിധിവരെ തടയാൻ ആർക്ക്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റൂളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് മൂന്നും എന്താണ്, റീസെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അടുത്തതായിട്ട് 4ാമത്തെ പോയിന്റ് പറയുന്നത് ക്ലിയറിംഗ് ഹൗസസ്. ക്ലിയറിംഗ് കോർപ്പറേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഗ്യാരണ്ടി. സെബി ഡയറക്റ്റഡ് ഓൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു എസ്റ്റാബ്ലിഷ് ക്ലിയറിംഗ് ഹൗസസ് and to settle all deliveries through the clearing house. It established to generate confidence among investors. സോ എന്താണെന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റി മാർക്കറ്റിലെ ട്രാൻസാക്ഷനിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രാൻസാക്ഷനിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ക്ലിയറിംഗ് ഹൗസസ് ചെയ്യുന്നത്. ക്ലിയറിംഗ് ഹൗസസിൻ്റെ ഫംഗ്ഷൻസ് വെച്ചാൽ കൃത്യമായ സെറ്റിൽമെൻറ്റും ഡെലിവറിയും ഉറപ്പുവരുത്തുക. അതായത് സെക്യൂരിറ്റീസിൻ്റെ കൃത്യമായ സെറ്റിൽമെൻറ്റും ഡെലിവറീസും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ക്ലിയറിംഗ് ഹൗസസിൻ്റെ ഫംഗ്ഷൻ. സോ ക്ലിയറിംഗ് ഹൗസസ് ഇങ്ങനെ ഫംഗ്ഷൻസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻസ് ഓഫ് കോൺഫിഡൻസ് വർദ്ധിക്കുകയും കൂടുതൽ ആളുകൾ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റ്. ഫിഫ്ത്ത് പോയിന്റ്,
ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടീഡ് ഫണ്ട്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂ പോയിന്റിലുള്ള ഒരു കോൺസെപ്റ്റാണ് ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്നുള്ളത്. സോ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് കുറയ്ക്കുക എന്നുള്ള നിലയ്ക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന ഒരു പുതിയ ടൂളാണ് ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടീഡ് ഫണ്ട്. സെബി ഹാസ് ബീൻ പ്രൊമോട്ടഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടീഡ് ഫണ്ട് അറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് എന്തെങ്കിലും മൾ പ്രാക്ടീസസോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുക, അതായത് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുക, റീഫണ്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടീഡ് ഫണ്ട് കൊണ്ടുവരുന്നത്. 6th പോയിന്റ്, ഡാറ്റാ ബേസ് ഓഫ് മെമ്പേഴ്സ് ഓർ ബ്രോക്കേഴ്സ്. ഡാറ്റാ ബേസ് ഓഫ് മെമ്പർ ബ്രോക്കേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും അവരുടെ മെമ്പർ ബ്രോക്കേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കളക്ട് ചെയ്ത് വെക്കണം. സോ ഇങ്ങനെ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും മൾ പ്രാക്ടീസസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. അതായത് ഏതെങ്കിലും ബ്രോക്കേഴ്സ് എന്തെങ്കിലും മൾ പ്രാക്ടീസസോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും നിയമപ്രകാരം അവർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യുന്നു. പിന്നീട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ സ്റ്റോക്ക് മാർക്കറ്റോ ക്യാപിറ്റൽ മാർക്കറ്റോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷനിലും ഇടപെടാൻ പറ്റുകയില്ല. സോ എല്ലാ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ഡാറ്റാ ബേസിൽ സൂക്ഷിച്ചു വെക്കും എന്നുള്ളതാണ് 6th പോയിന്റ് പറയുന്നത്. 7th പോയിന്റ്, പ്രിവെൻഷൻ ഓഫ് പ്രൈസ് റിഗ്ഗിങ്. സോ പ്രൈസ് റിഗ്ഗിങ് എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഒരു സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കൂട്ടുന്ന പ്രോസസ്സിനെയാണ് പ്രൈസ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്താണ്, ഒരു കമ്പനി എന്താണ് പൊട്ടിപ്പാളിസാകാൻ പോകുന്ന നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതായത് ആ കമ്പനി നല്ലൊരു ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഉള്ള കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റീൻ്റെ സ്റ്റോക്ക് പ്രൈസ് കൂടാൻ സാധ്യതയുണ്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആ കമ്പനിയുടെ സെക്യൂരിറ്റി വാങ്ങുകയും ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് പ്രൈസ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രൈസ് റിഗ്ഗിങ്ങിന് കൃത്യമായ ഒരു ഉദാഹരണം ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഹർഷത് മേത്ത എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഹർഷത് മേത്ത ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കമ്പനീസിൻ്റെ പ്രൈസ് കൂടുകയാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആളുകൾ കൂടുതലായിട്ട് ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു സെക്യൂരിറ്റി വാങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, മണ്ടന്മാരാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് കമ്പനി പൊട്ടുന്നു, ആളുകളുടെ ഫണ്ട് പോകുന്നു. സോ ഇങ്ങനെയുള്ള ഒരു മൾ പ്രാക്ടീസാണ് പ്രൈസ് റിഗ്ഗിങ്. പ്രൈസ് റിഗ്ഗിങ് തടയുക എന്നതിൻ്റെ നിലവിൽ പ്രൈസ് റിഗ്ഗിങ് തടയാൻ ഒരു പരിധിവരെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് റിഗ്ഗിങ് തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോയിന്റ്. സോ 4th പോയിന്റ് പറയുന്നത് ക്ലിയറിംഗ് ഹൗസ് ആണ്. ക്ലിയറിംഗ് ഹൗസസ് എന്താണ്, കൃത്യമായ സെറ്റിൽമെൻറ്റും ഡെലിവറിയും ഉറപ്പുവരുന്നു. ഇങ്ങനെ ഡെലിവറിയും സെറ്റിൽമെൻറ്റും ഉറപ്പുവരുന്നത് വഴി ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻസ് ഓഫ് കോൺഫിഡൻസ് വർദ്ധിക്കുകയും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് അട്രാക്റ്റ് ആവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടീഡ് ഫണ്ടാണ്. ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടീഡ് ഫണ്ടിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിഡ്രസൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് ഈ ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6th, ഡാറ്റാ ബേസ് ഓഫ് മെമ്പർ ബ്രോക്കേഴ്സ്. അതായത് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അവരുടെ മെമ്പർ ബ്രോക്കേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കും. കാരണം അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസസ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റാ ബേസ് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്ത് വെക്കുന്നത്. 7th പോയിന്റ്, പ്രൈസ് റിഗ്ഗിങ്. പ്രൈസ് റിഗ്ഗിങ് എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് വർദ്ധിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. സോ പ്രൈസ് റിഗ്ഗിങ് ഒരു പരിധിവരെ നിലവിൽ തടയാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്, സെബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 8th പോയിന്റ് പറയുന്നത് റിലാക്സേഷൻ ഓഫ് നോംസ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് പുതിയ പബ്ലിക് ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് റൂളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട റൂളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് 25 കോടി ആയിരുന്നു മിനിമം ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൻ്റെ എമൗണ്ട്. പക്ഷേ നിലവിൽ 25 കോടി ആവശ്യമില്ല. അതുമായിട്ട് കുറഞ്ഞ എമൗണ്ടിൽ എന്ത് ചെയ്യാം, നമുക്ക് പബ്ലിക് ഓഫറിംഗ് നടത്താം എന്നുള്ളതാണ് പോയിന്റ്. അതായത് ആദ്യം 25 കോടിയുള്ള ഒരു കമ്പനിക്ക് മാത്രമേ പബ്ലിക് ഓഫറിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിലവിൽ എന്താണ്, 25 കോടി ആവശ്യമില്ല. അതായത് എല്ലാ ചെറിയ കമ്പനികൾക്ക് പോലും പബ്ലിക് ഓഫറിങ്ങിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യത ഒരുക്കിയിട്ടുണ്ട്, സെബി ഒരുക്കിയിട്ടുണ്ട്. 2nd പോയിന്റ്, റിലാക്സേഷൻ ഇൻ ദ ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നത് ഒരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇഷ്യൂ ചെയ്ത ഷെയർസ് തിരിച്ചു വാങ്ങുന്ന പ്രോസസ്സിനെയാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ കേസാണെങ്കിൽ
അവർ ഇഷ്യൂ ചെയ്ത ഷെയർസ് അവർ തന്നെ തിരിച്ചു വാങ്ങുന്നു. ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ തന്നെ തിരിച്ചു വാങ്ങുന്ന പ്രോസസ്സാണ് ബൈബാക്ക്. ബൈബാക്സ് എന്നുള്ളത് ഒരു കോംപ്ലക്സ് പ്രോസസ് ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സെബി ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. 9ാമത്തെ പോയിന്റ്, റിലാക്സേഷൻ ഇൻ ഹൈ വൊളാറ്റിലിറ്റി. അപ്പോൾ നമ്മൾ ഇന്നലെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിഫക്ട്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന് വളരെ വലിയ വൊളാറ്റിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം. സോ വൊളാറ്റിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ സെക്യൂരിറ്റീൻ്റെ പ്രൈസസ് എന്താണ്, പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ റിസ്ക്കാണ്. ആളുകൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. സ്പെക്കുലേഷനിലുള്ള ആളുകൾ മാത്രമേ വൊളാറ്റിലിറ്റിയുള്ള ഒരു എൻവയോൺമെൻറ്റിൽ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. സോ ഇവിടെ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹൈ വൊളാറ്റിലിറ്റി ഈസ് നോട്ട് കണ്ടക്റ്റീവ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. ടു കർബ് undesirable volatility, all exchanges were required to fix uniform in daily price band at 10% and weekly overall limit of 25%. സോ വൊളാറ്റിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും യൂണിഫോം പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോയിന്റ് പറയുന്നത്. സോ ഈ ഒരു പ്രൈസ് ബാൻഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 10% മുതൽ 25% വരെയാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സോ 9 പോയിന്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, കൺഫ്യൂഷനൊന്നും സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്നു. 10ാമത്തെ പോയിന്റ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സ് ആവശ്യമുണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. സോ ഈ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായ അവരുടെ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൂളുകളാണ് സെബി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ. സെബി ഇഷ്യൂ ഇൻവെസ്റ്റേഴ്സ് ഗൈഡൻസ് സർവീസ് ടു എഡ്യൂക്കേറ്റ് ആൻഡ് ഗൈഡ് ദ ഇൻവെസ്റ്റേഴ്സ് അബൌട്ട് ദർ ഗ്രീവൻസ് ആൻഡ് റെമഡീസ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ബോധവൽക്കരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ അവരുടെ റൈറ്റ്സ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള കൃത്യമായ റെമഡീസിനെ പറ്റിയും ബോധവൽക്കരിക്കാനും എഡ്യൂക്കേറ്റ് ചെയ്യാനും സെബി എന്ത് ചെയ്യുന്നുണ്ട്, മെനക്കെടുന്നുണ്ട്. സോ ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം, ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ക്രിക്കറ്റും അല്ലെങ്കിൽ ഹിന്ദി ചാനലൊക്കെ കാണുന്നവർക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് സഹി ഹെ, അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് എന്നും ആ ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിലേക്ക് കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ആളുകളെ ബോധവൽക്കരിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ലക്ഷ്യം. സോ ഇത് എഡ്യൂക്കേഷൻ ടൂളായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇറക്കുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. സോ ഇവിടെ എഡ്യൂക്കേഷനിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സെക്യൂരിറ്റി മാർക്കറ്റിനെ പറ്റിയും സെക്യൂരിറ്റി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻസിനെ പറ്റിയും ബോധവൽക്കരിക്കാൻ സെബിക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ റൈറ്റ്സിനെ പറ്റി, അവർക്ക് കിട്ടാവുന്ന റിഡ്രസലിനെ പറ്റിയും സെബി ഗൈഡ് ലൈൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. 2ാമത്തെ പോയിന്റ്, ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഫണ്ട്. ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർക്ക് കോമ്പൻസേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്ത അല്ലെങ്കിൽ റൈസ് ചെയ്ത ഫണ്ടിനാണ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്നുകൊണ്ട് പറയുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഫണ്ട് കൊടുക്കുന്നത്. 3rd പോയിന്റ്, ഡിസിപ്ലിൻ. Disciplinary Action Committee has set up in each stock exchange to take up complaints against unethical practices. ഇപ്പം നമ്മൾ പ്രൈസ് റിഗിങ് അല്ലെങ്കിൽ വിൻഡോ ഡ്രസ്സിങ് പോലെയുള്ള ഒരുപാട് അൺഹെൽത്തി പ്രാക്ടീസസ് ഉണ്ട്. സോ ഈ അൺഹെൽത്തി പ്രാക്ടീസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെബി ഡിസിപ്ലിൻ ആക്ഷൻ കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, രൂപവൽക്കരിച്ചിട്ടുണ്ട്. സോ ഈ ഡിസിപ്ലിൻ ആക്ഷൻ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അൺഹെൽത്തി പ്രാക്ടീസസ് ഒഴിവാക്കുക അല്ലെങ്കിൽ അൺഹെൽത്തി പ്രാക്ടീസസ് നിന്ന് ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പറയുന്നത്. സോ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് സെബിയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളിൽ ഒന്നാണ്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് എഡ്യൂക്കേഷൻസ് ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നു. അവർക്ക് വേണ്ടി ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായ ഡിസിപ്ലിൻസും ഗൈഡ് ലൈൻസും നൽകാനും സെബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 11ാമത്തെ പോയിന്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോണിക് ട്രേഡിംഗ്. ഇലക്ട്രോണിക് ട്രേഡിംഗ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ത്രൂ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ത്രൂ ഓൺലൈനാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം വഴിയാണ് ട്രാൻസാക്ഷൻസ് ഡീല് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഈ ഒരു ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീസെൻറ്റ് റിഫോംസ് തന്നെയാണ്.
12ാമത്തെ പോയിന്റ് ബാഡ് ഡെലിവറി സെൽ. ബാഡ് ഡെലിവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സെക്യൂരിറ്റീസ് വാങ്ങുന്നത് ആ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡീഡുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടായ ഡിഫക്റ്റിനെയാണ് ബാഡ് ഡെലിവറി എന്ന് പറയുന്നത്. സോ ബാഡ് ഡെലിവറി, ഒരു ഡെലിവറി ബാഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഷെയർ സർട്ടിഫിക്കറ്റിനോ ട്രാൻസ്ഫർ ഡീഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടാക്കണം. സോ ഇങ്ങനെ ഉണ്ടായ ബാഡ് ഡെലിവറി ഒഴിവാക്കാനും ബാഡ് ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാനും വേണ്ടി സെബി നടപ്പിലാക്കി അല്ലെങ്കിൽ സെബി ഇംപ്ലിമെൻറ്റ് ചെയ്ത ഏജൻസിയാണ് ബാഡ് ഡെലിവറി സെൽ എന്ന് പറയുന്നത്. സോ ബാഡ് ഡെലിവറി സെൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിഫക്ട്സും ട്രാൻസ്ഫർ ഡീഡുമായിട്ട് ബന്ധപ്പെട്ട ഡിഫക്ട്സും ഒഴിവാക്കുക എന്നുള്ളതാണ്. നിലവിൽ ഡിഫക്ട്സിന് സാധ്യതകൾ കുറവാണ്. കാരണം എന്താണ്? ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ് അല്ലെങ്കിൽ ഡിമാറ്റ് ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഷെയർ സർട്ടിഫിക്കറ്റ്സും ട്രാൻസ്ഫർ ഡീഡും ഒക്കെ കിട്ടുന്നത്. അതായത് ഇലക്ട്രോണിക് ഫോമിലാണ് കിട്ടുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഡിഫക്ട്സോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ബാഡ് ഡെലിവറി സെല്ലുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. അവരെന്ത് ചെയ്യുന്നു? ഈ ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് 12ാമത്തെ പോയിന്റ്. 13ാമത്തെ പോയിന്റ് എഫക്റ്റീവ് മോണിറ്ററിംഗ് ആൻഡ് സർവൈലൻസ് മെക്കാനിസം. An effective monitoring and surveillance mechanism is an important element contributing to the efficiency and integrity of stock exchange. The automation process initiated at the BSE, NSE, OTCI and other exchange made it possible to put such a monitoring mechanism in practices. സോ ഈ എഫക്റ്റീവ് മോണിറ്ററിംഗ് ആൻഡ് സർവൈലൻസ് മെക്കാനിസം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും എഫിഷ്യൻസി ഉറപ്പുവരുത്താനും സഹായിക്കുന്ന ഒരു ടൂളാണ്. കൂടാതെ ഈ NSE ആയാലും BSE ആയാലും ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആയി കഴിഞ്ഞാലും അവരുടെ ഓപ്പറേഷൻസിൽ ഇൻ്റഗ്രിറ്റി വരുത്തുന്നത് ഈ ഒരു സർവൈലൻസ് മെക്കാനിസത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. 14ാമത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെറിവേറ്റീവ് ട്രേഡിംഗ്. 14ാമത്തെ പോയിന്റ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് ആണ്. അതായത് നമ്മൾ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ആദ്യകാലങ്ങളിൽ ലിക്വിഡ് ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമേ അല്ലെങ്കിൽ ട്രാൻസാക്ട് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടി ട്രാൻസാക്ഷൻ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നുണ്ട്. സോ ഡെറിവേറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഡെറിവേറ്റീവ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് വാല്യൂസ് ഡിറൈവ്ഡ് ഫ്രം എൻ അണ്ടർലൈങ് അസെറ്റ് എന്നുള്ളതാണ് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ. അതായത് ഒരു അണ്ടർലൈങ് അസറ്റിൽ നിന്ന് വാല്യൂ ഡിറൈവ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഡെറിവേറ്റീവ് എന്ന് വിളിക്കാം. ഡെറിവേറ്റീവിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഓപ്ഷൻ ഉണ്ട്, സ്വാപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആർബിട്രേജസ്, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ഇതൊന്നും ഓർമ്മിക്കേണ്ട. നിങ്ങൾ ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഒരു ഇന്നോവേറ്റീവ് ടൂളായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റിഫോംസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെറിവേറ്റീവ് ട്രേഡിംഗ് കൂടി ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 15ാമത്തെ അഥവാ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ISE being promoted by 14 regional stock exchange to set up a new national level stock exchange. അതായത് 14 റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടി ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്കി മാറ്റാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ വഴി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനത്തെ, അതായത് 15ാമത്തെ പോയിന്റ് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ 15 പോയിൻ്റാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഈ ഒരു പ്രാധാന്യത്തിൽ എന്ത് ചെയ്യുക? പഠിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന റീസെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1992 സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ വരവോടുകൂടി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വളർച്ച ത്വരിതഗതിയിലായി. രണ്ടാമത് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം. സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ NSEയും BSEയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അടക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് സ്ക്രീൻ ബേസ്ഡ് സിസ്റ്റം വഴിയാണ്. തേർഡ് പോയിന്റ് പറയുന്നത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ത് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ പറ്റി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയുന്ന ആളുകൾ എന്ത് ചെയ്യാണ്? ആ ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്ന പ്രോസസ്സാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ സെബിയുടെ ഗൈഡ് ലൈൻസ് വഴി ഇൻസൈഡർ ട്രേഡിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 4ാമത്തെ പോയിന്റ് ക്ലിയറിംഗ് ഹൗസസിൻ്റെ വരവോടുകൂടി കൃത്യമായ ഡെലിവറിയും സെറ്റിൽമെൻറ്റിനും സാധ്യതയുണ്ട്. സോ ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 5ാമത്തെ പോയിന്റ് ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. 6ാമത്തേത് ഡാറ്റാ ബേസ് ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ ഡാറ്റാ ബേസ് ഓഫ് മെമ്പേഴ്സ് കൊണ്ട് പറയുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ബ്രോക്കേഴ്സിനെ പറ്റിയുള്ള ഡാറ്റാ ബേസ് സ്റ്റോക്ക് മാർക്കറ്റിൽ സൂക്ഷിക്കുന്നു. അതായത് അവരെന്തെങ്കിലും മൾ പ്രാക്ടീസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റാ ബേസ് സൂക്ഷിക്കുന്നത്. 7ാമത്തെ പോയിന്റ് പ്രൈസ് റിഗിങ് എന്താണെന്ന് വെച്ചാൽ
ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീൻ്റെ പ്രൈസ് ആർട്ടിഫിഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്ത് കാണിക്കുന്ന പ്രോസസ്സാണ് പ്രൈസ് റിഗിങ്. സോ പ്രൈസ് റിഗിങ് തടയാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെബിയുടെ ഗൈഡ് ലൈൻസിനും റൂൾസിനും കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ടേഴ്സിനും ബ്രോക്കേഴ്സിനും ക്ലയൻസിനും ഒക്കെ കൃത്യമായ ഗൈഡ് ലൈൻസ് നൽകാൻ സെബിക്ക് സാധിച്ചിട്ടുണ്ട്. 8ാമത്തെ പോയിന്റ് റിലാക്സേഷൻ ഓഫ് നോംസ്. അതായത് ഈ ന്യൂ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട നോംസിന് കൃത്യമായിട്ട് റിലാക്സേഷൻ അല്ലെങ്കിൽ ലിബറലൈസേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് ന്യൂ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട റൂളുകൾ ഒന്നുകൂടി ഉദാരവൽക്കരിച്ചു എന്നുള്ളതാണ് പോയിന്റ്. അതായത് 25 കോടിയായിരുന്നു മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൻ്റെ, അത് കുറച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ബൈബാക്ക് ഓഫ് ഷെയർസിന് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വൊളാറ്റിലിറ്റി കുറയ്ക്കാൻ ഒരു പരിധിവരെ സെബിയുടെ റൂൾസിനും ഗൈഡ് ലൈൻസിനും സാധിച്ചിട്ടുണ്ട്. 10ാമത്തത് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും പ്രൊട്ടക്ഷൻ ഫണ്ട് റേസ് ചെയ്യാനും സെബിക്ക് സാധിച്ചിട്ടുണ്ട്. 11ാമത്തത് ഇലക്ട്രോണിക് ട്രേഡിംഗ് വന്നു. 12ാമത്തത് ബാഡ് ഡെലിവറി സെൽ. ബാഡ് ഡെലിവറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഷെയർ സർട്ടിഫിക്കറ്റോ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും ഡിഫക്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ബാഡ് ഡെലിവറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 13ാമത്തത് സർവൈലൻസും മോണിറ്റർ മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെയും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. 14 ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 15ാമത്തത് ലാസ്റ്റ് പോയിന്റ് ISCയുടെ വരവോട് കൂടിയിട്ടുണ്ട് 14 റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടി ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്കി മാറ്റാൻ സാധിച്ചു. സോ ഈ ഒരു മൊഡ്യൂളിൻ്റെ അവസാനത്തെ ഏരിയയാണ് പ്ലെയർ ഓർ ഇൻ്റർമീഡിയറീസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഫസ്റ്റ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആണ്. മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നു. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഇഷ്യൂ ഹൗസിൻ്റെയും ഇടയിലുള്ള അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് മർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ മാനേജറായിട്ടും ലീഡ് മാനേജറുമായിട്ടും വർത്തിക്കുന്നു. സെക്കൻഡ് പറയുന്നത് രജിസ്ട്രാർ ടു ഇഷ്യൂ. രജിസ്ട്രാർ ആരാന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ ഇഷ്യൂയിങ് പ്രോസസ്സ് വേഗത്തിലാക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട റൂളും കാര്യങ്ങളും കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനും ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് അപ്പോയിൻറ്റ് ചെയ്യുന്ന എക്സ്പേർട്ടിനെയാണ് രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ഫ്രഷ് ഇഷ്യൂ അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്താണ്, എസെൻഷ്യൽ ആണ് എന്നുള്ളതാണ് പോയിന്റ്. തേർഡ് പോയിന്റ് ബ്രോക്കേഴ്സ് ദേ ആക്ട് ആസ് ഇൻ്റർമീഡിയറീസ് ഇൻ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അതായത് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും നമുക്ക് എന്ത് ചെയ്യണം, ബ്രോക്കേഴ്സിന് ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഷെയർ ബ്രോക്കേഴ്സിന് ഉദാഹരണങ്ങൾ ജിയോജിത്ത് ഉണ്ട്, ഹെഡ്ജുക്കിരീസ് ഉണ്ട്. ഇവരൊക്കെ എന്താണ്, ഷെയർ ബ്രോക്കേഴ്സിന് ഉദാഹരണങ്ങളാണ്. കൃത്യമായിട്ട് സെബിയുടെ ഗൈഡ് ലൈൻസിൻ്റെ അണ്ടറിൽ വരുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ബ്രോക്കേഴ്സായിട്ട് വർത്തിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ബ്രോക്കേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണം. ഫോർത്ത് പോയിന്റ് ബാങ്കേഴ്സ്. സം കൊമേഴ്സ്യൽ ബാങ്ക് ആക്ട് ആസ് കളക്ടിങ് ഏജൻറ്റ്സ് ആൻഡ് സം ആക്ട് ആസ് കോർഡിനേറ്റിംഗ് ബാങ്കേഴ്സ്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഫണ്ട്. അതായത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും ബാങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് അണ്ടർ റൈറ്റേഴ്സ് ആരാണെന്ന് വെച്ചാൽ മിനിമം ഇഷ്യൂ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഏർപ്പെടുത്തുന്ന ഇൻ്റർമീഡിയറീസിനെ നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർ റൈറ്റേഴ്സ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ എൻ്റെ എക്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ 100 പക്ഷേ പബ്ലിക് ഇഷ്യൂ വഴി 80 എന്ത് ചെയ്യുന്നുള്ളൂ, ആളുകൾ വാങ്ങുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു അണ്ടർ റൈറ്ററെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 20 ഷെയർസ് എന്ത് ചെയ്യുന്നു, അണ്ടർ റൈറ്റേഴ്സ് വാങ്ങുന്നു. ഇതുവഴി എനിക്ക് എന്ത് ചെയ്യാം, മിനിമം സബ്സ്ക്രിപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നു. സോ മിനിമം സബ്സ്ക്രിപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻ്റർമീഡിയറീസ് ആണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് വാട്സപ്പ് വഴി ഡിസ്കഷൻസും കാര്യങ്ങളും നടത്താം. താങ്ക്